ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പനീർ ചില്ലി മസാല ഉണ്ടാക്കിയാലോ. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പനീറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം പനീറാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിറം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാകും. ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ആക്കണമെന്നില്ല. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കിയാൽ മാത്രം മതിയാകും. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടിക്കോളും. പനീറെല്ലാം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഫ്രൈ ആയ പനീർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതേ പാനിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയോടൊപ്പം തന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതിയാവും. ഒത്തിരി വെന്ത് അങ്ങ് സോഗിയായി പോകരുത്. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പച്ച കളറിലെ ക്യാപ്സിക്കമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചുമപ്പ്, മഞ്ഞ അങ്ങനത്തെ ക്യാപ്സിക്കം ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല കളർഫുള്ളായി കിട്ടിക്കോളും നമ്മുടെ ഡിഷ്. ക്യാപ്സിക്കം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് പനീർ ചില്ലി മസാല മിക്സാണ്. ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മസാല എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും തന്നെ ഉണ്ടാകരുത്. ഇതിവിടെ നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് കുറച്ച് മതി എങ്കിൽ പച്ചമുളക് ഒരെണ്ണമൊക്കെ ചേർത്താൽ മതിയാകും. ഇല്ലെങ്കിലും സാരമില്ല, പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മുടെ പനീർ ചില്ലി മസാല മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പനീർ ചില്ലി മസാല മിക്സ് നല്ലതുപോലെ തിളച്ച് വരണം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിലിനെക്കാട്ടിയും കൂടുതൽ രുചി ഉണ്ടാകുക ബട്ടർ ചേർക്കുമ്പോഴാണ്. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറിൽ പനീർ ടോസ്റ്റ് ചെയ്തെടുക്കാം. മാത്രമല്ല ബട്ടറിൽ തന്നെ ഈ വെജിറ്റബിൾസും നല്ലതുപോലെ സോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിവിടെ തിളച്ച് കുറി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ പനീറിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പനീറും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല പനീറിൻ്റെ എല്ലാത്തിലും നല്ലതുപോലെ കോട്ട് ചെയ്ത് വരണം. ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാല പനീറിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തിക്കായിട്ട് പിടിച്ചിരിക്കുന്ന പാകമാകുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ടാകും. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാവുന്നതാണ്. ഉപ്പ് നോക്കണം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തില്ല. അതിന് കാരണം ഇതിലെ മസാല മിക്സിൽ ഉപ്പ് അത്യാവശ്യം ഉണ്ടാകും. ഇനി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരല്പം വെച്ചിരിക്കണം. അപ്പോഴാണ് ആ മസാല മിക്സ് പനീറിലേക്കൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെയല്ല ഇനി വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പനീറിലേക്ക് മസാല മിക്സ് എല്ലാം നല്ലതുപോലെ പിടിച്ച് നല്ല രീതിയിലായിട്ടുണ്ട്. ഇത്രയും മതിയാകും. അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. ഇത്രയും മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പനീർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പനീർ ചില്ലി മസാലയാണിത്. ഇനി ഇതുപോലെ പനീറൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്